സ്ട്രേഞ്ചർ തിങ്സ് ഇപ്പം കണ്ട് തീർത്തേ ഉള്ളൂ. ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു ആ സീരീസ്. ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്. ഞാൻ 4th സീസൺ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ബിങ് വാച്ച് ചെയ്ത ഒരു സീരീസ് ആയിരുന്നു സ്ട്രേഞ്ചർ തിങ്സ്. ഞാൻ ഫസ്റ്റ് കണ്ട സീരീസും സ്ട്രേഞ്ചർ തിങ്സ് ആയിരുന്നു. അത് കൊറോണ സമയത്താണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പം എനിക്ക് സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന നേരത്തെ ആ ഒരു ഓർമ്മകളൊക്കെയാണ് കൊറോണയുടെ. പിന്നെ ഞാൻ ഫസ്റ്റ് കണ്ട സീരീസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ കാണാൻ തുടങ്ങിയത് എവിടെ ഞാൻ തുടങ്ങിയോ അത് ഈ സ്ട്രേഞ്ചർ തിങ്സിൽ നിന്നാണ്. ഈ സിനിമകളും ഇതൊക്കെ കാണാൻ തുടങ്ങിയത്. 4th സീസൺ എനിക്ക് അത്രയ്ക്ക് ഒരു ഹൈ തന്നില്ലെങ്കിലും 5th സീസൺ ഇറങ്ങിയപ്പം ഈ 4 എപ്പിസോഡ് അടിപൊളിയായിരുന്നു. ഐ മീൻ ഇനിയിപ്പം 25 വരെ അടുത്ത് കാത്തിരിക്കണമല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അതുപോലെയാണ്. ഐ മീൻ നമ്മൾ കാണാത്ത കുറെ ട്വിസ്റ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ സർപ്രൈസും അതാണ് ഈ സീരീസ് ഈ 4 എപ്പിസോഡിന് എന്താ പറയാ ബാക്കിയുള്ളതിന് ഡിഫറെന്റ് ആക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ സീരീസ് 8 എപ്പിസോഡാണ്. ഫസ്റ്റ് 4 എപ്പിസോഡ് ഇറങ്ങി ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിങ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത 4 എപ്പിസോഡ് 25th വരും, ക്രിസ്മസിന്. പിന്നെ ന്യൂ ഇയറിന് ഒരു സിനിമയുടെ ലെങ്ത് കൊണ്ട് ഒരു ഫിനാലെ എപ്പിസോഡും കൂടി, അത് 2 hours സംതിങ് ഒക്കെ റൺ ടൈം കാണുമായിരിക്കും. ഇനി നമ്മൾ 5th സീസണിലോട്ട് വരുവാണെങ്കിൽ ആസ് യൂഷ്വൽ ഇവര് എല്ലാവരും വെഗ്നേനെ കൊല്ലണം, ആ ഒരു ഇതിലാണ് കഥ നടന്നു പോകുന്നത്. പിന്നെ അപ്സൈഡ് ഡൗണിൽ വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നു. ഇവര് വെഗ്നേനെ കണ്ടുപിടിക്കാൻ നടക്കുന്നു, അതിനെ കൊല്ലം. പ്രീവിയസ് അങ്ങനെയായിരുന്നോ സീസൺസ് അതുപോലെ തന്നെയാണ് ഈ സീസണിൽ പോകുന്നത്. പക്ഷെ കുറെ സർപ്രൈസിങ് എലമെന്റ്സും കൂടി ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ കാര്യം. ഫസ്റ്റും സെക്കൻഡ് സീസൺ എങ്ങനെയാണോ ക്ലിഫ് ഹാങ്ങേഴ്സ്, അതുപോലെ നമ്മളൊരു എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡ് ഇപ്പം തന്നെ കാണണം, അല്ലെങ്കിൽ കാണാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ബിങ് വാച്ച് ചെയ്തു പോകുന്ന രീതിയിലാണ് അവരെ എടുത്തു വെച്ചേക്കുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ പറയുകയാണെങ്കിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഇതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് മില്ലി ബോബി ബ്രൗണിന്റെ കോസ്റ്റ്യൂമിനെ പറ്റിയാണ്. എനിക്കത് ഇത്തിരി ഓക്വേർഡ് ആയിട്ട് തോന്നി, ആ ഒരു പുള്ളിക്കാരത്തി ഇട്ടേക്കുന്ന കോസ്റ്റ്യൂമും. പിന്നെ കുറച്ച് റണ്ണിങ് ഷോട്ടും ബോഡി മൂവ്മെന്റ്സിന്റെ ഒക്കെ കുറച്ച് വരുന്നു. ഇപ്പം ഒരുമാതിരി എന്താ പറയാ പറ്റാത്ത രീതിയിൽ തോണ്ടോ വയ്യ ആ ഒരു രീതിയൊക്കെ തോന്നി പുള്ളിക്കാരത്തിക്ക്. അതർ ദാൻ ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു സീരീസ്. പിന്നെ 4th സീസണിന്റെ 4th എപ്പിസോഡ് വരാൻ നേരത്ത് അവസാനം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ്. അതുപോലെയാണ് 4th എപ്പിസോഡ് നിർത്തുന്നത്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ എന്താണ് നമ്മൾ ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഏക ഒരു കാര്യം, ഞാൻ ഈ സീസൺ കണ്ടപ്പം പ്രീവിയസ് ആയിട്ട് ഇവർ കുറച്ച് സീസൺ എപ്പിസോഡ്സ് കാണണമെന്ന് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് കാണാതെയാണ് ഞാൻ ഈ സീസൺ കയറി ഡയറക്റ്റ് കണ്ടത്. ഇനിയും കാണാത്ത ആൾക്കാരാണെങ്കിൽ 5th സീസൺ കാണാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഡഫർ ബ്രദേഴ്സ് അഡ്വൈസ് ചെയ്തേക്കുന്ന എനിക്കൊന്ന് 4 എപ്പിസോഡാണെന്ന് തോന്നുന്നു. ഓരോ സീസണിലെ 4 എപ്പിസോഡ് ഏതൊക്കെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് കണ്ടിട്ട് ഈ സീരീസ് കാണാൻ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിലെ കുറെ കാര്യങ്ങൾ, അതില് നമുക്ക് എന്ത് അൺഫിനിഷ്ഡ് ആയിട്ട് തോന്നിയേക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഐ മീൻ അതിനൊരു കംപ്ലീഷൻ എന്ന രീതിക്ക് അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതർവൈസ് നമുക്ക് ഇപ്പം എനിക്ക് കുറെ ഡൗട്ട് ഫീലിംഗ്സ് ഒക്കെ വന്നു, ഇത് എന്തായിരുന്നു. പക്ഷെ അങ്ങനെ ഇത് ഈ 4 എപ്പിസോഡ് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ നമുക്ക് ഒരു ഡൗട്ട് വരത്തില്ല, അത് ക്ലിയർ ആയി കിട്ടും. 5th സീസൺ കാണാത്തവർ എത്രയും വേഗം തന്നെ അത് കാണുക. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നിറച്ചു ഇപ്പം സ്പോയിലേഴ്സ് വരുന്നുണ്ട്, എല്ലായിടത്തും സ്പോയിലേഴ്സ് ആണ് സീരീസിന്റെ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഈ സീരീസ് പോയി കാണുന്നതിൽ വലിയ നമുക്ക് എന്താ പറയാ അർത്ഥമൊന്നുമില്ല. കാരണം നമ്മൾ ഇതൊന്നും അറിയാതെ ഇത് കാണാൻ നേരത്താണ് അതിന്റെ ഒരു ഫുൾ നമുക്ക് ആ ഒരു ഗൂസ് ബംസും ആ ഒരു ഹൈ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം കാണാത്തവർ എത്രയും വേഗം ഈ പഴയ എപ്പിസോഡും കണ്ടിട്ട് പോയി ഈ സീസൺ പോയി കാണുക. 5th സീസൺ 4 എപ്പിസോഡേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഈസിലി ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കണ്ടുപോകും. ഒറ്റ ദിവസം പോലും വേണ്ട, നമ്മൾ കണ്ടുപോകും. അങ്ങ് 4 എപ്പിസോഡും ബിങ് വാച്ച് ചെയ്ത് വേഗം തന്നെ കണ്ടുപോകും. അതുകൊണ്ട് എത്രയും വേഗം കാണുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.